ഹലോ, ഓക്കെ ആണോ? മുഖം അങ്ങോട്ട് തിരിച്ചു തെറ്റിപ്പോയി അതോടെ. പിന്നെ ഈ പുൽക്കൂട് കോമ്പറ്റീഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ചിരിച്ച് മറയണോ ഇത് വെള്ളച്ചാട്ടം ഇവിടെ ചിലപ്പോൾ ലുലുമാളൊക്കെ ഉണ്ടാവും. പിന്നെ മാലാഖയൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്കോ ലൈറ്റ് ഒക്കെ അടിക്കുന്ന മാലാഖയാണ്. ഇങ്ങനെ മാലാഖ മാലയുടെ മുകളിൽ ലൈറ്റ് ഉണ്ടാവും. ഇങ്ങനെ Hi, hello, welcome to the show Christmas Chat with RJ Joseph and Kuti Juice. This Christmas season comes with a fragrance of joyful words from Joseph and Kuti Juice. എനിക്ക് ആട്ടിടയന്മാർ ജനറലി ഇഷ്ടമാണ്. വേറെ നല്ല ഭയങ്കര സിമ്പിൾ ഫെയ്ത്ത് ഉള്ളവരുടെ. എനിക്ക് എൻ്റെ ജീസസ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഫൈൻ ഡേ സംഭവിച്ചൊരു കാര്യമില്ലെന്നുള്ളതാണ്. സെമിനാറിൽ പോയി എന്നുള്ള ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം. എനിക്കിഷ്ടമല്ലാതിരുന്നെങ്കിൽ ഈ ആത്മീയത എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു ആത്മീയതയാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ദിസ് ഈസ് മീ. ഹായ്, ഞാൻ ആതിര. നമ്മുടെ കൂടെ ഇന്ന് ക്രിസ്മസ് അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ഒരു അടിപൊളി വ്യക്തി വന്നിട്ടുണ്ട്. നമ്മുടെ യുവാക്കളുടെ ഇടയിലൊക്കെ ഒരു തരംഗമൊക്കെയാണ് വ്യക്തി. ഒരു ആക്ടറാണ്, ഒരു ഓതറാണ്, ഒരു ആർജയാണ്, അതിലുപരി അടിപൊളിയായിട്ട് കഥ പറയാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ജോസഫ് അന്നൻകുട്ടി ജോസ്. താങ്ക് യു. അപ്പോൾ ജോസഫേടാ, ആദ്യ ചോദ്യം കുറച്ച് ടഫാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല. ജോസഫേട്ടൻ്റെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? പിന്നെ വീട്ടിലൊക്കെ എന്തൊക്കെ ചെയ്തു? പ്രിപ്പറേഷൻ പരിപാടികൾ അതൊക്കെയാണ് എൻ്റെ ചോദ്യം. ആക്ച്വലി അടുത്തിടയ്ക്ക് ഡിസംബർ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു ജൂനിയർ ആൾ കല്യാണം കഴിഞ്ഞ ആളുടെ ഹസ്ബൻഡിന് ഇതുപോലെ ക്രിസ്മസ് റിലേറ്റഡ് എക്സ്ക്ലൂസീവ് ഗിഫ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടീമാണ്. അവരൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ഇവിടെ വൈറ്റിലടുത്താണ്, പനമ്പള്ളി നഗർ. അപ്പോൾ അവിടെ പോയി, അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്റ്റാറും ഒരു ക്രിസ്മസ് പാപ്പയുടെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. തൂക്കാൻ അപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വീട് പെയിൻ്റ് അടിക്കുന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഇപ്പോൾ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ താമസിക്കേണ്ടത് തട്ടിക്കയറും. അപ്പോൾ ക്രിസ്മസ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ജോസഫ് ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് മെമ്മറി എന്തെങ്കിലും സ്കൂളിലെയോ ഇടവക പള്ളിയിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെമ്മറി, ചൈൽഡ്ഹുഡ് എന്തെങ്കിലും? കുട്ടിക്കാലത്തുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ആ ഏരിയയിലുള്ള ചെറുപ്പക്കാർ കുട്ടികളെ കൂടി ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താൻ തീരുമാനിച്ചു. ചുമ്മാ നമ്മുടെ അയൽവക്കത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് പിരിവെക്കിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ അടുത്തൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു, അവർക്കൊരു 85-90 വയസ്സുണ്ട് ആ സമയത്ത്. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കാം. നമ്മുടെ വലിയ ചിന്താഗതി കേട്ടോ, 5-ാം ക്ലാസ്സിൽ നിങ്ങളായിരുന്നു 5-ാം ക്ലാസ് ചിന്തിക്കുകയാണ്. അങ്ങനെയൊക്കെ അമ്മൂമ്മയോടെ കൊണ്ടുവന്നിരുത്തുന്നു. ഞങ്ങൾ അയൽക്കാരോട് പറഞ്ഞു അവർക്ക് ഞങ്ങൾ വരാൻ മക്കളെ എന്നൊക്കെ പറഞ്ഞ് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ അമ്മൂമ്മേനെ അടുത്തുകൊണ്ടിരുത്തുന്നു. പാട്ട് ബഹളം അടുത്തായി വരുന്നു. കൊച്ചസേൻ്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞ് ദേവസ്യൻ്റെ ഒരു പാട്ട്, ഇങ്ങനെയൊക്കെ പോന്നു. പിന്നെ പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ പടക്കം നിരത്തി വെച്ചുള്ള ഒരു മുറം ഈ അമ്മാമ്മയുടെ തൊട്ട് അടുത്താണ് ഇരിക്കേണ്ടായിരുന്നത്. അമ്മമ്മയെ നമ്മളിങ്ങനെ കൈയൊക്കെ പിടിച്ചാണ് കൊണ്ടുവന്നിരുത്തിയത്. അമ്മമ്മയുടെ തൊട്ടടുത്താണ് വീട്. അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പരിപാടി നടക്കുന്നത്. എപ്പോഴും ഒരു പടക്കം പൊട്ടി മുറത്തിലേക്ക് വീഴുകയും ഭയങ്കരമായിട്ട് കൂട്ടപ്പൊട്ട് വരികയും എല്ലാവരും അതിനെ പേടിക്കുകയൊക്കെ ചെയ്തു. കുറച്ചപ്പോൾ അമ്മൂമ്മേനെ കാണാനില്ല. അപ്പോൾ ഇതിനുള്ള പുകയൊക്കെ ഒന്ന് ക്ലിയറായി വന്നായിരുന്നു. ഇവിടെ അമ്മച്ചി എന്തേലും നോക്കണ നേരത്ത് പുള്ളിക്കാരത്തി തൊങ്ങി ഓടി പോവാ. ഞങ്ങൾ കൈ പിടിച്ചു കൊണ്ടുവന്ന ആളാ. അപ്പം ഞങ്ങളിങ്ങനെ നമ്മുടെ പടക്കം പൊട്ടി കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി എന്നുള്ളത്. അതന്ന് വളരെ പരാജയം. അമ്മാമ്മ നമ്മളെ ക്രിസ്മസിന് കാതിലാണ് തെറി കേൾക്കുന്നത്. അമ്മാമ്മ അന്ന് അങ്ങനെ എന്നെ കൊല്ലാൻ കൊണ്ടാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വല്ലാത്തൊരു ഓർമ്മയായി പോയല്ലോ അത്. ഞാനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ട്. ക്രിസ്മസ് പടക്കം അമ്മൂമ്മയും പിന്നെ ഞാനെന്ന് പറഞ്ഞു. അന്ന് ഈ വസന്തി ലക്ഷ്മിക്ക് ഇറങ്ങിയ ഒരു സമയമാണ്. അന്ന് അങ്ങനെ ഒരു ആർട്ടിക്കിൾ അന്ന് സ്കൂൾ മാഗസീനിൽ എന്താ എഴുതിയിട്ടുണ്ട്. ജോസഫേട്ട, എനിക്ക് ചോദിക്കാനുള്ള ചെറിയ ചോദ്യമാണ്. ജോസഫേട്ടന് ഒരുപാട് പുൽക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതുപോലെ ഒരുപാട് പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ടാവും. ആ പുൽക്കൂടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, അതായത് ഉണ്ണീശോയും മാതാവും ജോസഫ് പിതാവ് ഒഴികെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം? എനിക്ക് ആട്ടിടയന്മാർ ജനറലി ഇഷ്ടമാണ്. ഇതൊരുമാതിരി സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. എനിക്ക് ആട്ടിടയന്മാർ ജനറലി ഇഷ്ടമാണ്. വേറെ നല്ല ഭയങ്കര സിമ്പിൾ ഫെയ്ത്ത് ഉള്ളവരുടെ. കൊട്ടിഘോഷി ഇവിടെ മറ്റേ ജ്ഞാനികൾക്കൊക്കെ ഞാനുകൊണ്ട് തരുതാം. അതിനെക്കുറിച്ച് ഒരു അറിവുണ്ട്, ബോധമുണ്ട്, വിവരമുണ്ട്, പഠിച്ചിട്ടൊക്കെ ഇത്ര ഇങ്ങനെ ആൾ ജനിച്ചിട്ടുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പിച്ചിട്ടൊക്കെ വരുന്ന ആളായിരിക്കും. ഈ ആട്ടിടയന്മാർക്ക് ചിലപ്പോൾ കേട്ടറിഞ്ഞുള്ള ഒരു സിമ്പിൾ പരിപാടി അറിയണ്ടുള്ളൂ. ഇങ്ങനെ ഒരാൾ രക്ഷകനുണ്ട്, ഒരു നക്ഷത്രത്തെ നോക്കി അവർ വരുന്ന ഒരു സിമ്പിൾ ഫെയ്ത്ത് എനിക്ക് എവിടെ ഇഷ്ടമാണ്. അറിയാം, നമ്മളിങ്ങനെ ഭയങ്കരമായ ആലോചിക്കണം. നമുക്ക് എവിടെയോ പറഞ്ഞ പോലെ ബുദ്ധി കൂടിയാൽ ഭക്തി കുറയുന്ന കേട്ടിട്ടുണ്ട്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടൊക്കെ തോന്നാം. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മളൊരു പ്രണയബന്ധത്തിനാണെങ്കിൽ ഭയങ്കര ബുദ്ധി കൊണ്ട് അതിനെ അനലൈസ് ചെയ്യാൻ നിന്നാൽ
ഇതൊരു ഭംഗി ഉണ്ടാവില്ലേ. ഇപ്പോൾ ജോലിയെ പോലും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഇത്രയും ചെയ്യുമ്പോൾ അതിപ്പോൾ ഇത്ര കിട്ടുമ്പോൾ അത് എനിക്കിപ്പോൾ ലാഭം. ഞാൻ ഈ കൂടുതൽ കമ്പനിക്ക് ഇത്ര സെയിൽസ് എടുത്ത് കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന സാലറി കുറവല്ലേ. പക്ഷെ എന്ന് വെച്ചാൽ അതിനകത്തൊരു ഭംഗി ഉണ്ടാവില്ല തോന്നുന്നു. അപ്പോൾ ഈ അട്ടിടയം ഈ ഷെയ്സൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അട്ടിടയന്മാരാണ് ഇൻ ജനറൽ. സിമ്പിൾ ഫെയ്ത്ത്, സിമ്പിൾ ഫെയ്ത്ത്. ഇങ്ങനെ ഒരാളുണ്ട്, പുള്ളി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അത് അത് നല്ലതാണെന്ന് തോന്നുന്നു. ജോസഫേട്ടാ, ഇപ്പൊ എല്ലാ കൊല്ലം ക്രിസ്മസിനും നമുക്ക് വിപണിയിൽ ഇപ്പൊ പുതിയ പുതിയ തീംസ് ഒക്കെ വന്നോണ്ടിരിക്കണേ. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്റെ അമ്മച്ചിയൊക്കെ പറയും, ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പറയും, മോളെ എല്ലാം എടുത്ത് വെച്ചോ, നമുക്ക് നെക്സ്റ്റ് ഇയറിലും ഇത് തന്നെ സെയിം നമുക്ക് വെക്കാന്ന്. പക്ഷെ എല്ലാ കൊല്ലവും ക്രിസ്മസിന് എന്റെ വീട്ടിൽ പുതിയ സ്റ്റാറും എല്ലാം കൊണ്ടുവരും. അപ്പൊ അമ്മച്ചിയുടെ ഒരു ഡയലോഗ് ഉണ്ടാവും, എന്തിനാ മോളെ പുതിയത് വാങ്ങിയ പഴയത് ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ജോസഫേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഓൾഡ് ജനറേഷൻ ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ജനറേഷൻ സെലിബ്രേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ശരിക്കും ന്യൂ ജെൻ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ എത്ര ആളുകൾ വീട്ടിൽ ഇപ്പോൾ നക്ഷത്രം തൂങ്ങിയിട്ടുണ്ട്? ഞങ്ങളെ എൽസിയാണ് 24 രാത്രി തൂക്കുള്ളൂ. ഓക്കെ, അങ്ങനെ രക്ഷപ്പെട്ടു. നമ്മളിപ്പോൾ ആർച്ചി നമ്മളെന്താ പറയേണ്ടത്. അപ്പോൾ സെലിബ്രേഷൻ്റെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒക്കെ ഓർമ്മയിൽ കുട്ടിക്കാലത്ത് ഡിസംബർ ആകുമ്പോൾ നമുക്ക് പടക്കം പൊട്ടിക്കാൻ കിട്ടുന്ന സമയം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നേരത്തെ പടക്കം വാങ്ങിയെന്നൊക്കെ ക്രിസ്മസിനാണ്. നക്ഷത്രം തൂക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് ഫ്രാൻസ് ചേട്ടനോ രൂപ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ആദ്യം നക്ഷത്രം തൂക്കുന്ന അവരാണ്. ഇതൊക്കെയായിരുന്നു പഴയകാല ഓർമ്മകൾ. പിന്നെ ഈ പുൽക്കൂട് കോമ്പറ്റീഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ചിരിച്ച് മറയണ ദിവസം ഇത് വെള്ളച്ചാട്ടം ഇവിടെ ചിലപ്പോൾ ലുലുമാളൊക്കെ ഉണ്ടാവും. ഒരു പാലൊക്കെ വരും, ഇങ്ങനെ ഇത് കടന്ന് കാട്ടിടയന്മാർ. പിന്നെ മാലാഖയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ഡിസ്കോ ലൈറ്റ് ഒക്കെ അടിക്കുന്ന മാലാഖയാണെങ്കിൽ ഇങ്ങനെ മാലയുടെ മുകളിൽ ലൈറ്റ് ഉണ്ടാവും ഇങ്ങനെ. അതുകൊണ്ട് ഇപ്പോഴത്തേലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുൽക്കൂട് കോമ്പറ്റീഷൻസ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഈ പള്ളിയിൽ നമ്മൾ കാരോളിൽ പോകുമ്പോൾ പാടുന്ന പാട്ടുകൾ, ഇപ്പം മറ്റേ ക്രിസ്മസ് രാവിൽ പിറന്നവൻ യേശു, നമ്മൾക്കായി പിറന്നവൻ യേശു, യേശു ക്രിസ്തു, അങ്ങനെയൊക്കെ ക്രിസ്തു വരാറുണ്ട്. അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഒതുങ്ങിയില്ല. നമ്മൾ കരോളിന് പോകുന്നു, നമ്മൾ സ്റ്റാർ തൂക്കുന്നതൊക്കെ നമ്മൾ സ്റ്റോറി ഇടാനാണ്. ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഞാൻ ഉൾപ്പെടെ അതിനകത്തൊരു പാപ്പാഞ്ചി നമ്മൾ ഓഫീസിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് നൈസ് റീലുകൾ എടുക്കണം. അപ്പോൾ ആ ഒരു വ്യത്യാസം. പിന്നെ നക്ഷത്രം എപ്പോഴും അമ്മ അപ്പനും പറയുന്ന കാര്യമാണ്. എൻ്റെ വീട്ടിലും കഴിഞ്ഞ വർഷം നക്ഷത്രം ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമുക്കൊരു ഇതായി കഴിയുമ്പോൾ അതുപോലെ കൂടി വാങ്ങിച്ചാൽ ഒരു നക്ഷത്രം മാക്സ് ഒരു 250 രൂപ 300 രൂപ. ഇപ്പം എന്താണമ്മ പുതിയത് വാങ്ങിക്കാം ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ ക്രിസ്മസ് നക്ഷത്രം രാത്രി കിടക്കാതെ ഓഫ് ചെയ്യും. ഒരു ഡിസംബർ ഞാൻ ഇവിടെ അമ്മ ഡിസംബറിലേക്കെങ്കിലും അത് കത്തി കിടക്കട്ടെ. വെളുപ്പിന് ട്രെയിൻ പിടിക്കേണ്ട ഒരാൾക്ക് ആ നക്ഷത്രം കാണുന്നുണ്ടാവുന്ന ഒരു ആനന്ദം അല്ലേ. അല്ലെങ്കിൽ ഒരു കള്ളനാണെങ്കിലും ഒരു മൂഡ് ചേഞ്ച് എങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് കേൾക്കുന്ന എല്ലാവരോടും ഈ ഡിസംബർ മാസത്തിൽ ദൈവത്തെ ഓർത്ത് രാത്രി നക്ഷത്രം തെളിഞ്ഞ് കിടക്കട്ടെ അല്ലേ. തീർച്ചയായും അപ്പോൾ ആ വഴിക്ക് പോണ ആൾക്ക് ഒരു രസമല്ലേ ഒരു നക്ഷത്രം നോക്കി കിടക്കുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ സീസൺ അല്ലേ ക്രിസ്മസ്. എനിക്ക് ആ ചെറിയൊരു തണുപ്പ് കിട്ടുന്ന ഒരവസരം. പിന്നെ ഒരാൾ ജനിക്കുന്ന ഒരു കാര്യമുള്ളൂ, ബേബി, അതിൻ്റെയൊക്കെ ഒരു ഭംഗി അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നക്ഷത്രം കളർഫുള്ളാണ്. ഒരു ബെസ്റ്റ് ഒരു ബാക്ക്സ്ട്രീറ്റ് ബോയ്സിൻ്റെ ഒരു പാട്ട് പോലെ ഉണ്ട്, ദിസ് ദ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു പാട്ട് പോലെ ഉണ്ട്. ജോസഫേട്ട, അടുത്ത എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇത് കഴിയുമ്പോൾ ജോസഫേട്ടന് ഞങ്ങളൊരു 2000 രൂപ തന്നെന്ന് വെച്ചോ. 2000 രൂപ 2000 തന്നെന്ന് വെച്ചോ. വിചാരിച്ചാൽ മതി, തരോന്ന് എനിക്കറിയില്ല. വിചാരിക്കാൻ എനിക്ക് തരില്ല. അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് ആ 2000 രൂപ വെച്ചുകൊണ്ട് ഈ ക്രിസ്മസ് സീസണിൽ ചേട്ടൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗിഫ്റ്റ് ഏതാണ്? ആ ഗിഫ്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആർക്കാണ് ചേട്ടൻ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുക? പൊതുവേ നമ്മളിങ്ങനെ ഒരു ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ക്രിസ്മസ് ഫ്രണ്ടിനാണല്ലോ. പിന്നെ ജനറലി ഈ പറയുന്ന പോലെ എനിക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളും കൊറിയറൊക്കെ വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തുകാരനായതുകൊണ്ട് എല്ലാവരും എനിക്ക് പേനയും പേപ്പറുമാണ് സ്ഥിരം തരാറുള്ളത്. പക്ഷേ ഞാൻ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പാർക്കറിൻ്റെ ഒക്കെ ഒരു പേന കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരിക്കലും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പേന ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പേന ഗിഫ്റ്റ്, നല്ലൊരു പെർഫ്യൂം കൊടുക്കുന്നത്. അപ്പോൾ ഈ 2000 രൂപയ്ക്ക് എന്തിനു വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. നമുക്ക് എപ്പോഴും ട്രാവലുണ്ട്. അപ്പോൾ ദുബായി പോയായിരുന്നു, US പോയായിരുന്നു. US പോയി വന്നപ്പോൾ എല്ലാവർക്കും US ഇതുള്ള കീ ചെയിൻസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തിരുന്നു.
പിന്നെ എനിക്ക് ഓഫീസിൽ വരുന്ന ചില ചോക്ലേറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഞാൻ പൊട്ടിക്കണ കാലം ഓഫീസിലുള്ള എല്ലാവരും പൊട്ടിച്ചിട്ടുണ്ടാവും. അവർ ഇത് ചോക്ലേറ്റ് ആണ് ഹോസ്മേ എടുക്കുമോ? ഷെയർ എടുക്കും. ചിലപ്പോൾ എനിക്ക് കിട്ടിയാൽ കിട്ടി, അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ അവരുടെ അവകാശം പോലെയൊക്കെ ചിലപ്പോൾ അവർ പെരുമാറാറുണ്ട്. എനിക്ക് എനി ഫോം ഓഫ് ഗിഫ്റ്റ് അത് ചിലപ്പോൾ നമുക്കത് മീനിങ് ഫുൾ അല്ലെങ്കിലും റിസീവ് ചെയ്യുന്ന ആളനുസരിച്ച് അത് ചിലപ്പോൾ മീനിങ് ഫുൾ ആയിരിക്കും. ഒരു പാർക്കർ പേന നാളെ എൻ്റെ ഒരു കൊളീഗിന് കൊടുത്താൽ അവന് വലിയ അനക്കാര്യം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ സെക്യൂരിറ്റി ചേട്ടന് കൊടുത്താൽ അത് വലിയ കാര്യമാണ്. ജോസഫേട്ട ഇപ്പൊ എഴുതുന്ന വ്യക്തിയാണല്ലോ, പക്ഷെ എഴുതാൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പായിട്ട് നമുക്കിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റാറുണ്ട് ചെറിയ ചെറിയ വീഡിയോസ് പോലെ ജോസഫേട്ടൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ചേട്ടൻ എല്ലാതും സ്റ്റോറാക്കി വെച്ചിട്ട് നമുക്ക് ബുക്കായിട്ടാണ് അത് കിട്ടാറുള്ളത്. അപ്പൊ ഇനി ഒരു അടുത്തൊരു ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ജോസഫേട്ടൻ്റെ ക്രിസ്മസിനെ പറ്റി എന്തെങ്കിലും ഒരു ബുക്ക് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലുമൊക്കെ നമുക്ക്. ആക്ച്വലി ഞാൻ പുസ്തകം എഴുതിയതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ബേസിക്കലി എൻ്റെ ഒരു ഓർഡർ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു ഓതറാണ്, പിന്നൊരു സ്റ്റോറി ടെല്ലറാണ്, പിന്നൊരു RJ ആണ്, പിന്നെയാണ് ആക്ടർ. ആക്ടർ പറയാൻ പറ്റില്ല, 2 പടമൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. അടുത്തൊരു പുസ്തകം ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് അതാണ്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ റേഡിയോയിൽ എല്ലാ ദിവസവും ഷോസ് ഉണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, ഇടയ്ക്ക് റീലുകൾ ഓരോന്നിടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തരുന്ന പോലത്തെ ചോദിക്കുന്ന പോലെ ഇൻ്റർവ്യൂസിന് അപ്പിയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു ചാപ്റ്ററാക്കി എഴുതാവുന്നുള്ളൂ അല്ലേ. അടുത്തൊരു ബുക്ക് ക്രിസ്മസിനെ കുറിച്ചെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഓൾറെഡി ഉണ്ട്. ബറീഡ് തോട്ട്സിൽ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ കാരണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ്. നമ്മൾ തന്നെ എഴുതിയ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചാപ്റ്ററുകൾ ഉണ്ടാവല്ലോ. ഇപ്പോൾ ക്രിസ്മസിനുള്ളിലൊരു പുസ്തകം അടുത്ത ക്രിസ്മസിനുള്ളിൽ ഉണ്ടായിരിക്കും. എത്രത്തോളം ക്രിസ്മസ് റിലേറ്റഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ബുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോസഫേട്ട, അപ്പൊ അങ്ങനെ ഒരു ബുക്ക് വരുവാണെങ്കിൽ ജോസഫേട്ടന് ആദ്യം വായിക്കാൻ കൊടുക്കാൻ ഒരു വ്യക്തിനെ ഉദ്ദേശിക്കുന്നുണ്ടാവില്ലേ? നമുക്ക് ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് വായിക്കാൻ. നമുക്ക് ഇപ്പം എന്താ പറയുക, ആദ്യം വായിക്കാൻ കൊടുക്കുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല. എൻ്റെ ഇതാദ്യം നീ തന്നെ ആ സാധനമില്ല. നമ്മൾ കുറച്ച് ബോധമുള്ള ഒരാൾക്ക് ആദ്യം കൊടുക്കും. ബോബിയച്ചനായിട്ട് ഞങ്ങൾ തമ്മിൽ അത്തരം ബന്ധങ്ങളിലുണ്ട്. ബോബിയച്ചനൊരു ഗുരുവും ഞാനൊരു ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഒറിജിനൽ, ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റുമാണ്. ഞാൻ എന്നെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി, ആ കോണ്ടന്റിനെ റിച്ച് ആക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഋഷികേഷ് മുണ്ടാണി എന്നൊരു ഫ്രണ്ട് ഉണ്ട്, നല്ലപോലെ എഴുതും, വായിക്കും, നല്ലൊരു ക്രിട്ടിക്കാണ്. പിന്നെ സുഹൃത്തുക്കളുണ്ട്, അമ്മ നല്ലപോലെ വായിക്കും. അപ്പോൾ ഇവരൊക്കെ വായിച്ചിട്ട് എന്നോടൊരു അഭിപ്രായം പറയും. നമ്മൾ പലതരം ആംഗിളുകൾ നമ്മുടെ ഡ്രാഫ്റ്റ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഒരു PhD മലയാളത്തിൽ ചെയ്തിട്ടൊരു മാമിനെ കണ്ടെത്തി, അവർ എൻ്റെ ആരും അല്ലായിരിക്കും, മാമിങ്ങിൻ്റെ സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ അവർക്കൊരു പേയ്മെൻറ്റ് കൊടുക്കും, ചിലരെ സ്നേഹത്തോട് ചെയ്തു തരും. ഒരുപാട് ആളുകളുടെ നിന്ന് ഇൻപുട്ട് എടുത്തിട്ടാണ് നമ്മൾ ബുക്ക് ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നു അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ ഇത്. സപ്പോർട്ട് അമ്മ നല്ലപോലെ വായിക്കൊണ്ട് അമ്മ പറയുന്ന കാര്യങ്ങളിൽ വായിക്കുന്ന ഒരാളുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. പറയുമ്പോൾ അതങ്ങനെ പറയേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ, അതൊക്കെ എഴുതണോ എനിക്ക് ചിലപ്പോൾ ചോദിക്കും. അത് ചിലപ്പോൾ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് അമ്മ വായിക്കുന്നുണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതലും വായിക്കുന്ന ആൾക്കാർ കുറവാണ്. അതൊരു തെറ്റിദ്ധാരണയുണ്ടോ? ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, ദൈവത്തിൻ്റെ ചാരന്മാർ എന്നൊരു ബുക്ക് 1,50,000 കോപ്പീസ് പോയി. ബിഗ് നമ്പർ. അതെൻ്റെ ബിഗ് നമ്പർ എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മുടെ പബ്ലിഷറോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഒരു 70 to 80% യങ്സ്റ്റേഴ്സാണ് വായിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇത് എൻ്റെ ബുക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എത്രയോ ബുക്കുകൾ, ഇപ്പോൾ ആടുജീവിതം, അതൊക്കെ ഇപ്പോഴും വിറ്റുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയതായിട്ട് ഇറങ്ങുന്ന അഖിൽ പി ധർമ്മജൻ്റെ ഒരു ബുക്കുണ്ട്, കെയർ ഓഫ് രാമാനന്ദി എന്ന് പറഞ്ഞ ബുക്കുണ്ട്, അത് വിറ്റ് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ഗോയിങ് ബാക്ക് ടു ദ ബേസിക്സ് എന്നൊരു സംഭവമുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മൾ വീണ്ടും ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി, ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പണ്ട് ജിം എന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല. ആയുർവേദം നമ്മൾ കുറേയൊക്കെ ഇഗ്നോർ ചെയ്തിരുന്നു ഒരേ കാലത്ത്. ഇപ്പോൾ വീണ്ടും തിരിച്ച് ആയുർവേദത്തിലോട്ട് വരുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുന്ന ഒരു ട്രെൻഡായി മാറും, ഉറപ്പാണത്. എൻ്റെ ഒരു ചിന്തയാണ്. ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വരണം. ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിന് അപ്പുറത്തോട്ട് എന്തെങ്കിലും സാധനം വരണം. മെല്ലെ ഇതിൽ നിന്ന് മാറുന്നതൊരു കൾച്ചറായി മാറാൻ സാധ്യതയുണ്ട്. സൈലൻ്റ് ആയിട്ടിരിക്കുക, മൊബൈൽ തൊടാതിരിക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് കരുതപ്പെടുന്ന ഒരു കാലം വരാൻ സാധിക്കും. കാരണം ആളുകൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനിയുണ്ടല്ലോ ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു സെഷനാണ്. ഞങ്ങളൊരു ജോസഫേട്ടന് കുറേ പേരോട് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറേ പേർക്ക് ഒരു ഗിഫ്റ്റ് പോലെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരേണ്ടതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് തരികയാണ്. ഞാൻ വന്നപ്പോൾ തൊട്ട് കണ്ടത്, ഞാൻ വല്ല കേക്കായിരിക്കുന്നത്. ഈ വക പരിപാടിയാണ് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, കേക്കല്ല, ജോസഫേട്ടൻ ഐസിലായിട്ട് തന്നിട്ടേ ഓരോന്നിടത്തും ഉത്തരം പറഞ്ഞു. ഓരോന്നിടത്തും ഉത്തരം പറഞ്ഞു. ഓക്കെ,
കൊച്ചു ചെറിയ ചെറിയ മെമ്മറീസ് എന്തെങ്കിലും. അയാളോട് ഇത് ചെയ്യട്ടോ ആള് ഇത്രയും വലിയ ബോക്സോ. ഓക്കെ, ഉത്തരങ്ങളാണ് ഗിഫ്റ്റുകൾ. അതാണ്, അതെ അതെ അതെ. മെമ്മറീസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, കഥകളാണ് അവർ ആഗ്രഹിക്കുന്നത്. സാന്താക്ലോസിന് എനിക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര പേടിയായിരുന്നു. അത് ശരി. എനിക്കിങ്ങനെ എൻ്റെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഒരാൾ ഹൂ എന്ന് പറഞ്ഞാൽ എനിക്കതൊരു പ്രേതം ഫീലൊക്കെ ആയിരുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ കോമഡിയാണ്, എന്നാലും ഞാൻ പണ്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാതാവിനോടും യേശുവിനോടും നിങ്ങളിപ്പോൾ പ്രത്യക്ഷപ്പെടരുത് ഞാൻ പറയും. കാരണം എനിക്ക് കഥകൾ കേട്ടിട്ടുണ്ട്, മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു, മാതാവിനോട് അപ്പോൾ കൊടുങ്കാറ്റുണ്ടായി, ഇടി വെട്ടി, ഇപ്പം ഞാൻ കുളിക്കരുതേ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നടക്കടാണ്. ചേട്ടാ ഈ കുളിച്ചുകൊണ്ടിരിക്കണായിരുന്നു നിങ്ങൾ പ്രത്യക്ഷപ്പെടരുത്. ഞാൻ ഈ ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കുമ്പോൾ ചിലപ്പോൾ അത് വല്ലാത്തൊരു പ്രാർത്ഥനയല്ലേ. അപ്പം നമ്മളിങ്ങനെ ഇതിനടുത്ത് കാറ്റൊക്കെ ഉണ്ട്, എനിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള പ്ലാനെങ്കിൽ മാതാവ് ദൈവത്തെ ഓർത്തപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് തുടി കണ്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പേടിച്ചിട്ട്. സാന്താക്ലോസിന് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് വരുമ്പോൾ ആണല്ലേ, ശരി, അപ്പം എനിക്കും പേടിയായിരുന്നു. ക്രിസ്മസ് വൈനെ കുറിച്ച് എനിക്കൊന്ന് കുട്ടിക്കാലം തുടങ്ങി നമ്മൾ ക്രിസ്ത്യൻസിന്റെ ഒക്കെ ടേബിൾ ഡ്രിങ്കിന്റെ ഭാഗമാണ് വൈനൊക്കെ. കുട്ടിക്കാലം തുടങ്ങി നമുക്ക് കിട്ടുന്നുണ്ട്. വീട്ടിലെപ്പോഴെങ്കിലും അത് അമ്മ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മളൊരിക്കൽ വിദേശത്ത് നിന്ന് റെഡ് വൈൻ കൊടുക്കുന്നത്, ബെനഡിക്റ്റിൻ എന്നാണ് അതിന്റെ പേര്, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഭയങ്കര രസം. അത് വൈനിന് മധുരമായിരുന്നില്ല, ഒരു രസകരമായൊരു വൈനായിട്ട് എനിക്ക് അതിന് തോന്നി. പിന്നെ പറയാവുന്നൊരു കാര്യം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് MA വർഗീസ് എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം വൈൻ ഉണ്ടാക്കുന്ന അതിൻ്റെ വലിയൊരു കടയുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് നമ്മളിങ്ങനെ വൈൻ വാങ്ങിക്കാൻ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിലേക്കുള്ള വൈൻ കൊണ്ടുപോകുമ്പോൾ MA വർഗീസ് ഏട്ടൻ നമുക്കൊരു ഗ്ലാസ് വൈൻ തരും അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ട് പള്ളിക്കുള്ള വൈനിന് വേണ്ടി വൈൻ വാങ്ങിക്കാൻ ഇടിയാണ് അവിടെ. കാരണം പോകുന്ന ആൾക്ക് പുള്ളി ഒരു ഇച്ചിരി വൈനൊക്കെ തരുമായിരുന്നു. അതാണ് ഇപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്കിംഗ് മെമ്മറി അതാണെന്ന് തോന്നുന്നു. ക്രിസ്മസ് കേക്ക്, ഇത് ക്രിസ്മസ് വഴി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ക്രിസ്മസ് കേക്ക് സ്ഥിരം വരുന്ന ഈ പ്ലം കേക്കിനോട് എനിക്കൊരു വിരോധമുണ്ട്. ഫേവറേറ്റ് കേക്ക് ഏതാ? എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഇഷ്ടമാണ്, റെഡ് വെൽവെറ്റ് ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മറ്റേ ഒരു ചീസ് ബ്ലൂബെറി കേക്കൊക്കെ ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടും എല്ലാവരും പ്ലം കേക്കാണ് തരുന്നത്. ക്രിസ്മസിന്റെ ഒരു പെർമനന്റ് വരുന്നതിന്റെ പണ്ട് തൊട്ടേ പ്ലം ആണല്ലോ. അതെ അതെ. പിന്നെ വരുമ്പോൾ നമുക്ക് കേക്ക് വീട്ടിൽ എന്ത് ചെയ്യുന്നുള്ളൊരു അവസ്ഥ. പിന്നെ മറച്ചു വെക്കും കേക്ക്, നമ്മളിങ്ങനെ വിൽക്കുന്നല്ല, ഇവിടെ കിട്ടിയത് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്നു, അവിടെ കിട്ടിയത് ഇവിടെ കൊടുക്കുന്നു. ഈ ഒരു ഓട്ടോ നമുക്ക് പ്ലം കേക്കുകളിൽ എല്ലാവരും ഒരു മാറ്റം വരുത്തിയാണെന്നായിരിക്കുന്നു. പതിര കുർബാന ഇഷ്ടമുള്ള പരിപാടിയാണ്. കാരണം പതിര കുർബാനയ്ക്ക് എന്തൊരു ഭംഗിയില്ലേ കുറച്ച്. കാരണം ഒരു പെയിനൊക്കെ എടുത്തിട്ട് നമ്മൾ ഉറക്കം കളഞ്ഞ് അവിടെ പോയിട്ട് കുർബാന പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിയാലും അതെല്ലാം കഴിഞ്ഞ് ഒരു കേക്കും ആ കമ്മ്യൂണിറ്റിയുടെ ഒരു മറ്റേത് കുർബാന കഴിഞ്ഞ് നമ്മൾ അവരുടെ വഴിക്കാൻ പോവുക. ഇവിടെ എന്തെങ്കിലും ഒരു നമ്മളെല്ലാവരും ഹാപ്പി ക്രിസ്മസ് പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ഭംഗി കൊണ്ട് കൂടി പാതിരാ കുർബാനയോട് അതാണ് എന്നെ ആകർഷിക്കുന്നത്. അല്ലാണ്ട് പാതിരാത്രിയിൽ കുർബാന കാണുന്നതിനേക്കാളുപരി ആ ഒരു അതിനുശേഷം മനുഷ്യർ കുറെ കൂടി മിണ്ടുന്നുണ്ട്, കുറെ കൂടി അടുപ്പമുണ്ട്, കുറെ കൂടി പതിവ് ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പാതിരാ കുർബാനയ്ക്ക് ആള് സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഒരു ഫീൽ ഉണ്ട് അതിനകത്തുണ്ട്. ക്രിസ്മസ് കാർഡ് എനിക്ക് കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഒരു സ്നേഹസദൻ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. സ്നേഹസദൻ എന്നാണെന്ന് എൻ്റെ ഓർമ്മ എനിക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും. അവിടെ നിന്നൊരു കാർഡ് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയപ്പോൾ എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ജോലിക്ക് കയറിയപ്പോൾ കിട്ടിയ സാലറിയിൽ നിന്ന് നമ്മൾ അന്നത്തെ ഒരു ചിന്ത, എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞാൽ ആ പൈസ കുറച്ചൊരു പൈസ ഇതിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് എൻ്റെ സാലറിയുടെ ഒരു തിരക്കില്ലാത്തൊരു ശതമാനം നമ്മളവിടെ കൊണ്ടുകൊടുത്തു. അവിടെ പ്രായമായ ആളുകളൊക്കെ തൃക്കാക്കരയാണ് ആ സ്ഥാപനം, അവിടെ കൊണ്ടുകൊടുത്തിരുന്നു. ആ ക്രിസ്മസിന് അവർ കാർഡ് വെച്ച് നന്ദി ഞങ്ങൾക്കെന്ന് പറഞ്ഞു. ഇന്നും എനിക്ക് ആ കാർഡ് വരുന്നുണ്ട്, തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഞാൻ കൊടുത്തൊരു 12 കൊല്ലം മുമ്പാണ്. അവർ ചിലപ്പോൾ അഡ്രസ്സ് നോക്കി വെച്ച് ചുമ്മാ ഒരു കാർഡുള്ളൂ, ഞങ്ങളെ ഓർക്കുന്നതിന് സഹായിച്ചതിന് നന്ദി. എല്ലാ വർഷവും ക്രിസ്മസ് വരുന്നു, അത് ഒരു റിമൈൻഡർ ആണ്. അത് വീണ്ടും നമുക്ക് അതായത് നമ്മൾ എന്നോ ചെയ്തൊരു കാര്യം തിരിച്ചു വരുന്നൊരു പരിപാടി. കാരണം എനിക്ക് വേറെ കാർഡൊന്നും വരാറില്ല, പക്ഷെ വരുന്നത് അന്ന് കൊടുത്ത ഒരു ഇതിൻ്റെയാണ്. കഴിഞ്ഞു. തിരിച്ചിടാമോ? ഓക്കെ. ഇനി എനിക്കൊരു ചോദ്യമുള്ള ജോസഫേട്ടനുള്ള ഒരു ഗോഡ് എക്സ്പീരിയൻസ്, ഒരു ദൈവസ്നേഹ അനുഭവം അല്ലെങ്കിൽ ഒരു ജീസസ് എൻകൗണ്ടർ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ
എനിക്ക് എൻ്റെ ജീസസ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഫൈൻ ഡേ സംഭവിച്ചൊരു കാര്യമല്ല എന്നുള്ളതാണ്. ഇറ്റ്സ് കളക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്. നമ്മളിപ്പോൾ ഇപ്പം എങ്ങനെ പറയുക, ഒരു മരം എങ്ങനെയാണ് വളരുന്നതെന്ന് വെച്ചാൽ എന്ത് പറയും, നമുക്കറിയില്ല. അത് എന്ന് പറയും. ജീസസിനെ ഞാൻ അറിഞ്ഞ കുറച്ച് നല്ല റിസോഴ്സുകളുണ്ട്. എനിക്കുണ്ടായ അധ്യാപകരൊക്കെ ഒരു വിൻസെൻ്റ് കുണ്ടുകുളം എന്നൊരു അച്ഛൻ സെമിനാരിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തു എന്നുള്ള അദ്ദേഹം എനിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കുറെ കൂടി മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യൻ എന്നൊരു പെർസ്പെക്റ്റീവാണ് എനിക്ക് ദൈവം എന്നുള്ളതിനേക്കാളും എൻ്റെ ഉള്ളിൽ കയറി ഭയങ്കര നല്ലൊരു മനുഷ്യൻ. ഒരിക്കൽ അദ്ദേഹത്തിനോട് കുമ്പസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു തിരി എത്തിച്ച് വെച്ചു. പറയണ ഞങ്ങൾ ഇരുന്നാ കുമ്പസാരിക്കുക, തിരി വെട്ടാണല്ലോ, പ്രകാശമുള്ളിടത്തൊക്കെ അദ്ദേഹം ഉണ്ടെന്ന അദ്ദേഹം എന്ന് വിളിക്കുന്നത് അദ്ദേഹം ഉണ്ടാവുന്നതാണ്. ബൈബിളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ തുറന്നു വെച്ചാണ്. പുറത്ത് നല്ല മഴയാണ് ജോസഫേ, മഴ പെയ്ത് മണ്ണ് നനഞ്ഞിരിക്കുന്ന പോലെ കണ്ണീരാൽ നിൻ്റെ മനസ്സും കുതിർന്നിരിക്കുകയാണ്, വിത്ത് പാകാൻ പറ്റിയ സമയമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആണ് ഞാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു വിധക്കാരനായിരുന്നല്ലോ. ഇപ്പം നിൻ്റെ കല്ല് പോലെയായിരുന്നു, ഇന്നലെ വരെയൊക്കെ ചിലപ്പോൾ പാറ പോലെയായിരുന്നു, ഇപ്പം നീ കരഞ്ഞ് നല്ല മണ്ണായിട്ടുണ്ട്. അപ്പോഴാണ് ക്രിസ്തു വിത്ത് വിതയ്ക്കുന്നത്. അതൊക്കെ എനിക്കത് ഭയങ്കര രസകരമായ അങ്ങനെയുള്ള പല കഥകളും. ഒരിക്കലും ഒരു അച്ഛൻ്റെ അടുത്ത് പോലും സംസാരിക്കുന്നത് പ്രലോഭനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഇങ്ങനെ ആഗ്രഹങ്ങൾ, ലസ്റ്റ്ഫുൾ ഡിസയേഴ്സ്. ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ജോസഫ്, എവറി ടെംപ്റ്റേഷൻ ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫ്രം ഗോഡ് ടു ഷോ ഹൂ യു ആർ. ഓരോ പ്രലോഭനവും നീ എന്തായാലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കാണിക്കാനുള്ള ഒരു അവസരമാണ്. ഒരു സ്ത്രീ വെറുതെ ഇങ്ങനെ കൈയും കാലും കാണിക്കുമ്പോഴേക്കും കമന്നടിച്ച് വീഴാനുള്ളതാണോ നീ, അതോ യു ആർ നോട്ട് ഈസിലി അവൈലബിൾ, യു ആർ പ്രഷ്യസ്. വെറുതെ ഒരിടത്തിലേക്ക് വെറുതെ എല്ലാവർക്കും വലിച്ചെറിയും. നിന്റെ ശരീരം സത്രമാവണോ പള്ളിയാവണോ? ഇങ്ങനെ കുറേ കഥകൾ കേട്ടാണ് ഞാൻ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ റിസോഴ്സ് പേഴ്സൺസ് ആണ് ബോബി അച്ഛൻ. ബോബി അച്ഛനാണ് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല സമയം എന്നെ ഞാനാക്കിയത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം പറഞ്ഞു തന്ന ആശയങ്ങൾ, അദ്ദേഹം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയിരിക്കുക. അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിനെ പിടിച്ചു വലിച്ചിട്ട് നിലത്തേക്ക് ഇട്ട് നമ്മുടെ കയ്യിലേക്ക് ഇട്ടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ക്രിസ്തു എന്ന് പറയുന്നത് നിരന്തര അനുഭവങ്ങളാണ്. ഇപ്പോൾ എൻ്റെ കറുകുറ്റിയിലുള്ള അസീസി ശാന്തി കേന്ദ്രത്തിലെ CCTV ക്യാമറ എടുത്തു നോക്കിയാൽ ലോകം പറയും എനിക്ക് ഭ്രാന്താണ്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് സംസാരമാണ്. അവിടെ ആരുണ്ട്? ഉച്ചയ്ക്ക് ദൈവങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമാണ്, ലഞ്ചൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയമാണ്. ഒരാളും പ്രാർത്ഥനയായിട്ട് പോകാൻ സമയം ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കുറേ ദിവസമേ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പോലും കർത്താവ്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തിട്ടും പിന്നെ അതങ്ങനെ ഒരു സാഹചര്യം വന്നെങ്കിൽ അതെൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ട്? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഈ ആത്മീയത എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നൊരു ആത്മീയതയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ദിസ് ഈസ് മീ. അപ്പം എൻ്റെ ക്രിസ്തു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ കുറേ നല്ല മനുഷ്യനായിരുന്നു ക്രിസ്തു എന്ന് പരിചയപ്പെടുത്തിയതെന്നാണ്. യേശു കുരുടനെ സുഖപ്പെടുത്തിയതും 5,000 പേർക്ക് കൊടുത്തുവെന്നും അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളൊക്കെയാണ്. ഇങ്ങനെ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു പാപിനിയായ സ്ത്രീയോടൊക്കെ, വ്യഭിചാരത്തിൽ പിടിക്കുന്ന സ്ത്രീയോട്. അപ്പം ഇന്ന് ഒരു പെൺകുട്ടിയുടെ വീഡിയോ വൈറലായി എന്നരുത്, ഒരു ഫോൺ വീഡിയോ വന്ന് കരുതുക. വൈറലായ സംഭവങ്ങളുണ്ട്, ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രയോ പേര് പറയും അതൊക്കെ ഇങ്ങനെ ഓരോ പരിപാടികൾ പോകുമ്പോൾ ആലോചിക്കണം. പക്ഷെ അവരോട് സാറില്ല, കം ബാക്ക്, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തുക. അങ്ങനെ ചിന്തിച്ച് നോക്കുക നമ്മൾ. അല്ലെങ്കിൽ ഒരു കള്ളനെ കൈയോടെ നോക്കി കുറേ കാശ് കെട്ടൊരു മനുഷ്യൻ, അയാളോട് ഇങ്ങനെ പറയണ സാറില്ല പോട്ടെ, ഇന്ന് നീ സാറിൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും എന്നൊക്കെ പറയുന്ന സക്കേവൂസ് അല്ല. ഇവനെ കൂടുതൽ പൈസ ബ്ലേഡ് ഞാൻ വരയ്ക്കുന്നത് എത്രയോ. നമ്മൾ ഐഡിയയിൽ നോക്കുമ്പോൾ ഒരു മാർപ്പാപ്പ ഇവിടെ വരാണെങ്കിൽ നല്ല വീടുകൾ, അല്ലെങ്കിൽ ബിഷപ്പ് വരുമ്പോൾ സത്യം നമ്മൾ ബിഷപ്പിനെ ലിഞ്ച് ഒരുക്കുന്നത് ഏറ്റവും മോശപ്പെട്ടിട്ടാണ്. നമുക്കുള്ള അത്യാവശ്യം നല്ല വീട്ടിലാണോ? നല്ല വീട്ടിലായിരിക്കും. യേശു പോയത് ഏറ്റവും മോശപ്പെട്ട വീട്ടിലായിരിക്കും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ യുവദാസ് ഒറ്റ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ ഒറ്റ കൊടുത്താലും ചെയ്യും കള്ളാണ് ഇത്. എന്ത് ചെയ്യുന്നു എന്നിട്ട് അവന് ഉമ്മ വയ്ക്കാൻ വരുന്നത് അറിയപ്പോടാ അവിടെ ഒന്ന് പറയൂ. നമ്മൾ ചുംബനം കൊണ്ട് അവളെ ചെവിയിലായിരിക്കും എല്ലാം പറയണ്ടാവുക, കാരണം വേറെ ആരും കേൾക്കാതിരിക്കാനായിരിക്കും ചിലപ്പോൾ. നല്ലോടാ നീ പറഞ്ഞുകൊണ്ടാണോ നീ ഒറ്റിക്കൊടുത്ത്? എന്ത് പെയിൻഫുള്ളാണ്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ജോസഫിനോട്ട് ഇങ്ങനെ ഉണ്ട്, ആള് ഈ പറയണ പോലെ ഒന്നല്ല, ശരിക്കും ആളൊരു പോക്ക് മനുഷ്യനാണ്, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിള്ളേർ പറയണ ആക്കുവാക്കെ ഇതെങ്ങനെ ഓക്കെയെന്ന്. ഞാൻ ഒരാൾ പറഞ്ഞ 3 തവണ കേൾക്കുന്നു. ഞാൻ എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞാൽ ഞാൻ എവിടെയാണ്? അത്ര മോശം പെർഫെക്റ്റാന്ന് ഞാൻ പറയുന്നില്ല,
പക്ഷെ നിൻ്റെ അടുത്ത് ഞാൻ എവിടെയാണ് ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ലല്ലോ, ഇങ്ങനെ നോട്ടല്ലേ ഉള്ളൂ. തള്ളി പറഞ്ഞപ്പോൾ ഭയങ്കര കൈൻ്റെ പാവം നോക്കിയിട്ടുണ്ടായിച്ചുണ്ടെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ. വീണു പോയല്ലോ അല്ലെങ്കിൽ സാറില്ലെന്നുള്ള അറിയാം, അല്ലെങ്കിൽ പുള്ളിയെ കരണ്ട കാര്യമില്ലല്ലോ. യേശു ഇങ്ങനെ നോക്കിയായിരുന്നെങ്കിൽ പത്രോസ് കരണ്ട കാര്യമുണ്ടോ? ഇല്ലില്ല. എത്ര ലവിങ് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ ക്രിസ്തു നോക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ഓക്കേ കാര്യം പറയണ്ട. അവിടെ നമ്മളെപ്പോഴാണ് കരയുന്നത്? നമ്മളിങ്ങനെ വിങ്ങി പൊട്ടിക്കുന്ന അടുത്ത് ഒരാൾ സാരില്ലാന്ന് പറയുമ്പോൾ പൊട്ടിക്കറിയും. അതാ ഒരു ബല സ്നേഹം കൊണ്ട് ചിലപ്പോൾ കൈ ഇങ്ങനെ മുറുക്ക പിടിക്കുമ്പോഴായിരിക്കും ആ കരച്ചിലേക്ക് നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ടാവാം. ദാറ്റ്സ് എ ക്രൈസ്റ്റ് ഐ നോ. യജമാനനാണെങ്കിലും ദാസനായി വർത്തിക്കുക എന്നുള്ളത്. നമുക്ക് കൂടെ നിൽക്കുന്ന ഒരാളെ സെമിനാരിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം ജോസഫേട്ടൻ. അപ്പോൾ എനിക്ക് ചോദിക്കാമെന്നുള്ളത്, എനിക്കൊരു വൈദികനാകണമെന്ന് ജോസഫേട്ടന് തോന്നിയതിന് പിന്നിലുണ്ടായ പ്രചോദനം, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണോ പോയത്, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്നും ഉടലെടുത്ത ഒരു തോന്നലാണോ? സെമിനാരിൽ പോയി എന്നുള്ള ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം. എനിക്കിഷ്ടമല്ലാതിരുന്നെങ്കിൽ 10-60 ചെറുപ്പക്കാരുടെ ഒരുമിച്ച് ജീവിക്കുക, ലിമിറ്റഡ് ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് പണിയെടുക്കുക, കളി ടൈം കൃത്യം 1 മണിക്കൂർ നിർത്തുക, പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, ലാംഗ്വേജ് എല്ലാം സെമിനാരിൽ നിന്ന് കിട്ടിയത്. അതൊരു നമ്മൾ ആദ്യത്തെ 3 വർഷം നമ്മുടെ ബൈബിളൊന്നും അല്ല പഠിപ്പിക്കുന്നത്, ബേസിക് ഡിസിപ്ലിനാണ്. അതായത് നമ്മൾ പട്ടിക്കൂട്, പന്നിക്കൂട്, ടോയ്ലറ്റ്സ് ഒക്കെ കഴിയിട്ടുണ്ട്, സ്വന്തമായിട്ട് അലക്ക് ബഹളം എല്ലാം നമ്മൾ തന്നെ ചെയ്ത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സിനിമാറ്റിക് ട്രിപ്പ് ഈസി ആയിട്ട് പടം കാണുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് എനിക്ക് പടം കാണാൻ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും കുഴപ്പമില്ല. ഈ ഒറ്റയ്ക്കിരിക്കാനുള്ള ഇഷ്ടം അവിടെ തന്നെയാണ്, സെമിനാരിൽ തന്നെയാണ്. സെമിനാരിൽ നമുക്ക് ഒരുപാട് ഒറ്റയ്ക്ക് ഇരിക്കാൻ സമയമുണ്ട്. മിക്കപ്പോഴും ഡയറക്ടറച്ഛൻ പറയും പള്ളിയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം, വിളി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ എപ്പോഴും അവരൊരിക്കൽ ഫിലോസഫി പഠിച്ചിരുന്ന സമയത്ത് ഒരു ചാപ്പലിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി ഞാൻ താല്പര്യമില്ലെന്ന്. അത് ഞാൻ ആർക്കൊക്കെ വേണ്ടി പോയിക്കൊണ്ടിരിക്കണേ, ഞാൻ അവനവനോട് ചോദിക്കുന്നത് ശരിക്കും താല്പര്യമുണ്ടോ? ഇല്ല. അമീഗോ, നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഈ കൊല്ലം ഞാൻ സെറ്റാക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ മനസ്സിലുണ്ടോ? ഉണ്ടോ? നമ്മളും പ്ലാനുകൾ ഇടുന്നുള്ളതുണ്ട്. ഇപ്പം നമ്മൾ നടന്നിനി ഒരു പ്ലാൻ ഇടണമെന്ന് പറയാം. ചിലപ്പോൾ പാർട്ട് ഓഫ് ദ പ്ലാൻ മേ വർക്ക്. വലിയ പ്ലാൻ ഇടണം നമ്മൾ. ചിലപ്പോൾ അതിൻ്റെ 10% നടന്ന അത്രയും നല്ലതല്ലേ. ഞാൻ ജിമ്മിൽ പ്ലാൻ ഇട്ടതായിരുന്നു സെറ്റ് ആവുന്നുള്ളത്. അടുത്ത ബുക്കിൻ്റെ എഴുത്ത്, ഫിസിക്കലി ഫിറ്റ് ആവുന്നു, കുറേ യാത്രകൾ ചെയ്യണമെന്നൊക്കെ പ്ലാനുണ്ട്, കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. ആ പ്ലാനും ഇല്ലെങ്കിൽ അതൊന്നും നടക്കില്ല. ഒരു മനോഹരമായ സെൻറ്റൻസ് ഉണ്ടല്ലോ, ബോബിച്ചൻ്റെ ബുക്കിൽ തന്നെയാണ്, ദൈവമേ നീ അറിയുന്നുവല്ലോ എൻ്റെ ദൃഢനിശ്ചയങ്ങളും അതിൻ്റെ പരിമിതികളും. യു നോ മൈ സ്ട്രോങ് ഡിസിഷൻസ് ഓർ മൈ സ്ട്രോങ് വിൽ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ജോസഫേട്ടൻ, എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതോടുകൂടി നമ്മുടെ ഇത് കഴിയണേണ്. അതായത് ക്രിസ്മസ് അടുത്തു. ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളോട് അല്ലെങ്കിൽ സമൂഹത്തോട് ചേട്ടൻ പറയാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് മെസ്സേജ് എന്താണെന്നൊന്ന് പറയുമോ? നമ്മുടെയൊക്കെ ഏറ്റവും നല്ല സമയം നമ്മുടെ ഈ ഒരു യുവത്വമാണ്, യുവമായിട്ടിരിക്കുന്ന സമയമാണ്. അതായത് നമ്മളിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാനും നമുക്കെന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാനും പറ്റുന്നൊരു സമയം ഇപ്പോഴാണ്. ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു നന്മ, നല്ലത് നിങ്ങളൊരു 60 വയസ്സ് ചെയ്താൽ നല്ലത് തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു 10-100 ഇരട്ടി ഇമ്പാക്റ്റ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ലോകം പോകുന്നൊരു റൂട്ടുണ്ട്. അതിങ്ങനെ ഇടിക്കുന്നവരെ തിരിച്ചിടിക്കുക, അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ണാവുക, നന്മ മരം എന്ന് പറഞ്ഞാൽ കോമഡി ആവുക, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് പറയുക. ആ ഒരു കാലഘട്ടത്തിലാണ് നന്മ എന്ന് പറയുന്നത് കോമഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് ഒരു എതിർ സ്വരം ആവാൻ പറ്റുമെന്നുള്ളതാണ്. നന്മ പറയുന്നത് അത്ര കോമഡിയൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ട് പണിയുന്ന നൈസായിട്ട് ഇപ്പോൾ ഒരു പണി കൊടുക്കുന്നതല്ല, അവനോട് ഓട്ടെ എന്ന് പറയുന്നത് നൈസാണ്, അതും മാസാണ്. സിഗ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൈ ഷേക്കാനോ തട്ടി മാറ്റുന്നതല്ല, ചിലപ്പോൾ ഒന്ന് തോളത്ത് കഴിയിട്ട് എന്തുണ്ട് എന്ന് ചോദിക്കാൻ പറ്റുന്നതാവാം. ഡു യു ഹാവ് ദ കറേജ് ടു റീഡിഫൈൻ ദ ഡെഫിനിഷൻസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നന്മമരത്തെ വീണ്ടും, നന്മമരം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന്, സിഗ്മ എന്ന് പറയുന്ന ഒരാൾ റിയൽ മാൻ എന്ന് പറയുന്ന ഒരു ഫോർഗിവിങ് മാൻ, ലവിങ് മാൻ, കുറച്ച് ഫെമിനൈൻ ഹൃദയമുള്ള ഒരു പുരുഷൻ. ക്യാൻ യു റീഡിഫൈൻ ദ ഓൾ ഡെഫിനിഷൻസ് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നൈസായിരുന്നു അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ ചേട്ടാ, ഞങ്ങളുടെ എല്ലാവരും വക, ഞങ്ങളുടെ ശാലോം ടിവിയുടെ പ്രേക്ഷകരുടെ വക നന്ദിയല്ലേ, നന്ദിയുണ്ട്, പ്ലസ് ക്രിസ്മസ് ആശംസകൾ. വീട്ടിൽ അമ്മച്ചിയോടെ അച്ഛനോടൊക്കെ പറഞ്ഞോളൂ.